പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നേരത്തെ എഴുന്നേറ്റ് ഈ വചനപ്രഘോഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏത് തിന്മയുടെ ശക്തികളും തിന്മയുടെ സ്വാധീനങ്ങളും അതിനെല്ലാം നമുക്ക് കീഴടക്കാനും മറികടക്കാനും സാധിക്കും. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ചിന്ത അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ദാവീദ് രാജാവ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഗോലിയാത്ത് ദൈവജനത്തോ ചെയ്ത അക്രമം, അത് ഭയത്തിൻ്റെ വലിയ അവസ്ഥ. ദൈവജനത്തെ ജനിക്കുന്നു, എല്ലാവരും ഭയപ്പെടുന്നു. ആ സമയത്ത് ഈ കൊച്ച് ആട്ടിടയനായ ദാവീദ് എന്ന് ഗോലിയാത്തിന് പറയാം, ഞാൻ അവനെ കൊല്ലാമെന്ന് പറഞ്ഞു. ഞാൻ അവനെ നശിപ്പിച്ചിട്ട്, ഞാൻ അവനെ തോൽപ്പിച്ചിട്ട് ദൈവജനത്തിൻ്റെ ഭയം മാറ്റാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. ഓർക്ക പ്രിയമുള്ളവർ, അപ്പോൾ സാവൂൾ രാജാവ് പറഞ്ഞു, നീ പയ്യന, നീ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും പലരും ഭയപ്പെട്ടുവെങ്കിൽ ദാവീദൊട്ടും ഭയപ്പെട്ടില്ല. അതിന് കാരണം തൻ്റെ ദൈവമായ കർത്താവ് തന്നോട് കൂടെ ഉണ്ടാകുമെന്നും ഇന്നലെ വരെ എന്നെ നയിച്ച കർത്താവ്, എന്നെ അനുഗ്രഹിച്ച കർത്താവ് ഇപ്പോഴും നയിക്കുമെന്നും സംരക്ഷണം തരുമെന്നും വിജയിക്കാൻ സാധിക്കുമെന്നും ദാവീദിന് അടിയുറച്ച ബോധ്യമുണ്ടായിരുന്നു. 1 സാമുവേൽ 17-ാം അധ്യായം 37-ാം വാക്യത്തിലെ ദാവീദിന്റെ വാക്കോർത്തെ, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒരു ഇടയൻ എന്ന നിലയിൽ കാട്ടുമൃഗങ്ങളിൽ നിന്നും തന്നെ സംരക്ഷിക്കുന്നതിന് ദൈവം കാണിച്ച മുൻകാല വിശ്വസ്തത അദ്ദേഹം വിവരിക്കുന്നു. കൂടാതെ ഗോലിയാത്തുമായിട്ടുള്ള തൻ്റെ നിലവിലെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആന്ന വിശ്വാസത്തോടുകൂടി ദാവീദ് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമാണ് ദാവീദിന് മുൻകാലങ്ങൾ ഉണ്ടായത്. ഒരു ഇടയൻ എന്ന നിലയിൽ അപകടമായ വന്യമൃഗങ്ങളിൽ നിന്നും, പ്രത്യേക സിംഹങ്ങളിൽ നിന്നും കരടികളിൽ നിന്നും ദാവീദിന് ഭീഷണികൾ നേരിട്ടു. ദൈവത്തിൻ്റെ ഇടപെടലാണ് തൻ്റെ അതിജീവനത്തിന് കാരണമെന്ന് ദാവീദ് ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയും വിശ്വസ്തതയും ഊന്നി പറഞ്ഞു. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ കരുതലുള്ള വിശ്വാസവും ദാവീദ് ഏറ്റുപറയുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ദാവീദിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചത്. പ്രിയമുള്ളവർ, ദാവീദിന്റെ ശക്തിയുള്ള ദൈവത്തിലുള്ള വിശ്വാസം, ദാവീദിന്റെ വാക്കുകൾ സ്വന്തം ശക്തിയിലോ കഴിവിലോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള തൻ്റെ വിശ്വാസത്തെ എടുത്തു കാണിക്കുന്നു. മനുഷ്യശക്തി കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് വിജയം നേടാൻ സാധിക്കുന്നത് ദാവീദ് തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം ദാവീദിന്റെ പ്രവൃത്തിയിലൂടെ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് തകർച്ചയാണെങ്കിലും, എത്രമാത്രം ശത്രുക്കള് എനിക്കെതിരെ വന്നാലും ഒരു കാര്യം ഓർക്കുക, ദാവീദിനെ പോലെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ ഒരാൾ നിന്നെ തടയത്തില്ല. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം നീ തിരിച്ചറിയണം. ഇന്നലെ എന്നെ നയിച്ച കർത്താവ് നാളെയും നയിക്കും, എന്നും നയിക്കും. എൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലും എനിക്ക് വേണ്ടി കാവലേർപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഓർത്ത് ചിന്തിച്ചുകൊണ്ട്, എനിക്ക് കാവലേർപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം ഓർത്തുകൊണ്ട് ഞാൻ മുന്നേറുമ്പോൾ അത് അനുഗ്രഹമായി മാറും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവസം പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം സ്വീകരിക്കുവാനും ആ വലയത്തിലായിരുന്നു കൊണ്ട് മുന്നേറുവാനും ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വര ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു. മറക്കരുത്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുക. ദൈവം തന്ന കരുതലിന്റെ സ്നേഹം സ്വന്തമാക്കി മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.